Okay, a warm welcome to all. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോർഫൈറിയ എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യം എന്താണ് പോർഫൈറിയ എന്ന് പറയാം. പോർഫൈറിയാസ് ആർ ഗ്രൂപ്പ് ഓഫ് റെയർ ജെനറ്റിക് ഡിസോർഡേഴ്സ് ഡ്യൂ ടു ഡിഫക്റ്റ് ഇൻ ഹീം ബയോസിന്തസിസ്. It is a defect in the body in the heme biosynthesis, characterized by increased excretion of porphyrins or porphyrin precursor, either excreting porphyrins or its precursor. അതായത് ഇതൊരു ജനറ്റിക് ഡിസോർഡർ ആണ്. ഈ ഡിസോർഡർ വരുന്നത് ഹീം ബയോസിന്തസിന്റെ ഡിഫക്റ്റ് കാരണമാണ്. ഇത് കൊണ്ടുണ്ടാവുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിലെ എക്സ്ക്രീഷൻ ഓഫ് പോർഫൈറിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീം മെറ്റബോളിസിന്റെ പ്രിക്കോഴ്സർ ആയിട്ട് വരുന്നതാണ്. അതിന്റെ ആ സൈക്കിളിന്റെ ഏറ്റവും എൻഡിൽ വരുന്ന പ്രൊഡക്റ്റ് ആണ് ഹീം പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത്. അത് ഗ്ലോബിനുമായി ബൈൻഡ് ചെയ്തിട്ടാണ് ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത്. അപ്പൊ ഈ മെറ്റബോളിസത്തിലെ ഡിഫക്റ്റ് കാരണം നമുക്ക് ഉണ്ടാവുന്ന ഡിസീസാണ് പോർഫൈറിയ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇൻഹെറിറ്റഡ് ആയിട്ടുണ്ടാവാം, അക്വേർഡ് ആയിട്ടുണ്ടാവാം. അക്വേർഡ് പോർഫൈറിയ ഉണ്ട്, ഇൻഹെറിറ്റഡ് പോർഫൈറിയ ഉണ്ട്. ഇൻഹെറിറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കൺജന്റൽ ആയിട്ട് നമ്മുടെ ജനിതകമായിട്ട് കിട്ടുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഡിസീസ് കാരണം ഡ്യൂറിങ് ലൈഫ് ഡിസീസ് കാരണം കിട്ടുന്നതാണ് അക്യൂട്ട് ഡിസീസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഇൻ ബോഡി, ലിവറിനൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ വരുന്നതാണ് അക്യൂട്ട് പോർഫൈറിയ വരുന്നത്. The most common cause of acute porphyria is lead poisoning. lead poisoning കാരണമാണ് നമുക്ക് അക്യൂട്ട് പോർഫൈറിയ ഉണ്ടാവുന്നത്. ലെഡ് പോയിസണിങ് എല്ലാം വരുമ്പോൾ അത് ഹീം മെറ്റബോളിസിനെ ലെഡ് പോയിസണിങ് ലെഡ് ഒരു ഇൻഹിബിറ്റർ ആയിട്ട് ആക്ട് ചെയ്യും നമ്മുടെ ഹീം ബയോസിന്തസിന്റെ പാത്വേ. അപ്പോൾ നമുക്ക് അക്യുമുലേഷൻ ഓഫ് പോർഫൈറിൻ ഓർ ഇറ്റ്സ് പ്രിക്കോസർ, അതിന്റെ പ്രിക്കോസറിന്റെ ഇത് ബോഡിയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ വരുന്ന കണ്ടീഷനാണ് പോർഫൈറിയ. അതിലെ അക്വേർഡിന്റെ റീസൺ ആണ് പറയുന്നത് ലെഡ് പോയിസണിങ്. Then its classification, porphyria broadly classified into erythropoietic porphyria. Erythropoietic porphyria means it is associated with any deficiency of enzyme, ഏതെങ്കിലും എൻസൈമിന്റെ ഡെഫിഷ്യൻസി റിലേറ്റഡ് ടു എറിത്രോസൈറ്റ് നമ്മുടെ ആർബിസിനകത്തെ എന്തെങ്കിലും ഒരു എൻസൈം ഡെഫിഷ്യൻസി കാരണം നമുക്ക് വരുന്നതാണ് എറിത്രോപോയിറ്റിക് പോർഫൈറിയ. അടുത്തതാണ് ഹെപ്പാറ്റിക് പോർഫൈറിയ. എൻസൈം ഡിഫക്റ്റ് ഇൻ ലിവറിലെ എൻസൈം ഡിഫക്റ്റ്, അല്ലെങ്കിൽ ലിവറിന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ലിവറിന്റെ മെറ്റബോളിസം ബ്രേക്ക് ആവുന്നത് കൊണ്ട് നമ്മുടെ ബോഡിയിൽ ഹീം ബയോസിന്തസിസ്, മെറ്റബോളിസം അല്ല ബയോസിന്തസിസ്, ഹീം ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് സ്പെസിഫിക്കലി പറയാം ഹീം ഉണ്ടാവുന്നത്, അതുകൊണ്ടാണ് ബയോസിന്തസിസ് എന്ന് പറയുന്നത്. ആ ഒരു സൈക്കിളിൽ വരുന്ന ഡിഫറൻസ് കാരണം, അല്ലെങ്കിൽ അതിലൊരു എൻസൈം ഡെഫിഷ്യൻസി കാരണം പോർഫൈറിനോ അതിന്റെ പ്രിക്കോഴ്സറോ നമ്മുടെ ബോഡിയിൽ കൂടുന്ന കണ്ടീഷനാണ് ഹെപ്പാറ്റിക് പോർഫൈറിയ. ഇനി നമുക്ക് ഹെപ്പാറ്റിക് പോർഫൈറിയ അതെന്തൊക്കെയാണെന്ന് പഠിക്കാം. ഹെപ്പാറ്റിക് പോർഫൈറിയ തന്നെ വേറെ ഒരുപാട് തരത്തിലുണ്ട്. അതിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് അക്യൂട്ട് ഇന്റർമിറ്റന്റ് പോർഫൈറിയ, AIP, അക്യൂട്ട് ഇന്റർമിറ്റന്റ് പോർഫൈറിയ. അപ്പൊ ഇതിലെ കാര്യങ്ങൾ നമ്മളൊരു PSC എക്സാം ഓറിയന്റഡ് ആയിട്ടെല്ലാം പഠിക്കുന്ന സമയത്ത്, ഇപ്പൊ JSO പോസ്റ്റിനെല്ലാം പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിഫക്റ്റീവ് എൻസൈം ഏതാണ്, അതിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് എന്താണ്, ആ ഫീച്ചേഴ്സിൽ ഈ പോർഫൈറിയകൾ തമ്മിലുള്ള ഡിഫറൻസിയേഷൻ എന്താണ്, അതൊക്കെയാണ് പഠിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഡിഫക്റ്റീവ് എൻസൈം എന്ന് പറയുന്നത് യൂറോപോർഫൈറിൻ സിന്തേസ്. അക്യൂട്ട് ഇന്റർമിറ്റന്റ് പോർഫൈറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപോർഫൈറിനോജൻ 1 സിന്തേസ്, അല്ലെങ്കിൽ സിന്തേസ് 1 എന്ന് പറയും. യൂറോപോർഫൈറിനോജൻ 1 സിന്തേസ്. ഇതിന്റെ ഡിഫക്റ്റ് കാരണം അതിന്റെ സബ്സ്ട്രേറ്റ് അക്യുമുലേറ്റ് ചെയ്യും നമ്മുടെ ബോഡിയിൽ. ആ സബ്സ്ട്രേറ്റ് ആണ് അപ്പോൾ പോർഫോബിലിനോജൻ ആൻഡ് ഗാമ അമിനോ ലെവലൂനിക് ആസിഡ്. അപ്പൊ ഗാമ അമിനോ ലെവലൂനിക് ആസിഡും
പോർഫോബിലിനോജനും PGB എന്ന് പറയും, പോർഫോബിലിനോജൻ PBG. അത് നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ യൂറിൻ ഗെറ്റ് ഡാർക്കൻഡ് ഓൺ എക്സ്പോഷർ ടു എയർ. ഇപ്പോൾ എയറുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ ഇത് കൺവേർട്ട് ആയിട്ട് അതിന് കളർ പ്രൊഡ്യൂസ് ചെയ്യും. ഡ്യൂ ടു ദ കൺവേർഷൻ ഓഫ് പോർഫോബിലിനോജൻ ടു പോർഫോബിലിൻ ദെൻ പോർഫൈറിൻ. അപ്പോൾ പോർഫോബിലിനോജൻ നമ്മുടെ യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യും കൂടുതലായിട്ട്. നമ്മുടെ ബോഡിയിൽ എന്ത് അക്യുമുലേറ്റ് ചെയ്താലും അത് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യും. അതാണ് കിഡ്നി ചെയ്യുന്നത്. കിഡ്നി ഫെയിൽ ആവുമ്പോൾ ആ എക്സ്ക്രീഷൻ നിന്ന് പോവും. അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയിൽ അത് അക്യുമുലേഷൻ കൂടുതലായിട്ട് വരും. പിന്നെ കിഡ്നിക്ക് എലിമിനേറ്റ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ യൂറിൻ എന്തുകൊണ്ടാണ് ഡാർക്കൻ ആവണത് എന്നുള്ളത് നമുക്കൊരു ചോദ്യമായിട്ട് വരാം. യൂറിൻ ഗെറ്റ് ഡാർക്കൻഡ് ഓൺ കീപ്പിംഗ് ഓർ എക്സ്പോഷർ ടു ലൈറ്റ് ഡ്യൂ ടു പോർഫൈറിയ. ദ കൺവേർഷൻ ഓഫ് പോർഫോബിലിനോജൻ ടു പോർഫോബിലിൻ ഓർ പോർഫൈറിൻ. അതാണ് ഇതിന്റെ റീസൺ. ഇനി അക്യൂട്ട് ഇന്റർമിറ്റന്റ് പോർഫൈറിയ ഇറ്റ്സ് യൂഷ്വലി എക്സ്പ്രസ് ആഫ്റ്റർ പ്യൂബർട്ടി. പ്യൂബർട്ടിക്ക് ശേഷമാണ് അക്യൂട്ട് ഇന്റർമിറ്റന്റ് പോർഫൈറിയ ചില ആൾക്കാരിൽ എക്സിബിറ്റ് ചെയ്യുക. ഇതിന്റെ സിംറ്റംസ് അബ്ഡോമിനൽ പെയിൻ വരും, നമുക്ക് വോമിറ്റിംഗ്, കാർഡിയോവാസ്കുലാർ അബ്നോർമാലിറ്റീസ്, മർമർ വരാം, അങ്ങനെയുള്ള പല പാൽപിറ്റേഷൻ, മർമർ, അങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം വരാം. ദെൻ നെർവസ് സിസ്റ്റത്തിന് ഇത് ബാധിക്കും. അപ്പോൾ ന്യൂറോസൈക്കാട്രിക് ഡിസ്റ്റർബൻസസ്. ന്യൂറോസൈക്കാട്രിക് ഡിസ്റ്റർബൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഷൈറ്റി, അങ്ങനെയുള്ള പല ഇഷ്യൂസും വരാം. അപ്പോൾ അതാണ് ഇവിടെ വരുന്നത്. അതിന്റെ കാരണം ഡ്യൂ ടു റെഡ്യൂസ്ഡ് ആക്ടിവിറ്റി ഓഫ് ട്രിപ്റ്റോഫാൻ പൈറോലേസ്. റെഡ്യൂസ്ഡ് ആക്ടിവിറ്റി ഓഫ് ട്രിപ്റ്റോഫാൻ പൈറോലേസ് resulting in the accumulation of tryptophan and 5-hydroxytryptamine. 5-hydroxytryptamine. ഈ ട്രിപ്റ്റോഫാന്റെയും 5-hydroxytryptamine അക്യുമുലേഷൻ കാരണമാണ് ന്യൂറോസൈക്കാട്രിക് ഡിസ്റ്റർബൻസ് വരുന്നത്. ഇനി ഇതിന്റെ സിംറ്റംസ്, അക്യൂട്ട് ഇന്റർമീഡിയറ്റ് പോർഫൈറിയയുടെ സിംറ്റംസ്. അതില് സിംറ്റംസ് മോർ സിവിയർ ഡ്യൂറിങ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡ്രഗ്. ബാർബിച്ചറേറ്റ്സ് എല്ലാം സൈറ്റോക്രോം 450, സൈറ്റോക്രോം P450യുടെ അക്യുമുലേഷൻ നമ്മുടെ ബോഡിയിൽ അതിന്റെ ഇത് കൂടുതലായിട്ട് ഇൻഡ്യൂസ് സിന്തസിസ് ഉണ്ടാവും. അപ്പോൾ അത് അക്യുമുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ സിംറ്റംസ് കൂടുതൽ വേഴ്സൺ ആവുന്നത്. കാരണം സൈറ്റോക്രോം 450 നമ്മുടെ ബോഡിയിൽ അത് ഇൻക്രീസ്ഡ് ആക്ടിവിറ്റി ഓഫ് അമിനോ ലെവലോനിക് ആസിഡ് സിന്തേസിന്റെയും അങ്ങനെ അതേപോലെ പോർഫോബിലിനോജന്റെയും എല്ലാം അക്യുമുലേഷന് കാരണം കൂടുതൽ സിന്തസ് ചെയ്യും. അപ്പോൾ അക്യുമുലേറ്റ് ചെയ്യും. കൂടുതൽ അക്യുമുലേറ്റ് ചെയ്താൽ നമുക്ക് സിംറ്റംസ് കൂടും. അപ്പോൾ ഇതിന് കൊടുക്കുന്ന ചില ഡ്രഗ്സ് ബാർബിച്ചറേറ്റ്സിന്റെ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഈ സിംറ്റംസ് വേഴ്സൺ ചെയ്യും. അപ്പോൾ ഈ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പേഷ്യൻസ് ആർ നോട്ട് ഫോട്ടോ സെൻസിറ്റീവ്. ഈ പേഷ്യൻസ് ഫോട്ടോ സെൻസിറ്റീവ് അല്ല. കാരണം ഈ പേഷ്യൻസിന് സൂര്യപ്രകാശം തട്ടുന്ന സമയത്ത് അവർക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ ചിലപ്പോൾ ടാഡയിലെല്ലാം ഈ ഫോട്ടോ സെൻസിറ്റിവിറ്റി ഭയങ്കര ഇഷ്യൂ ആയിട്ട് വരും. അവർക്ക് വെയിൽ കൊള്ളാൻ തീരെ പറ്റില്ല. ഇവിടെ ഫോട്ടോ സെൻസിറ്റീവ് അല്ല പേഷ്യന്റ്. അപ്പൊ ഇതിന്റെ ഒരു ഡിഫറൻഷ്യൽ ക്യാരക്ടർ ആണ്. അക്യൂട്ട് ഇന്റർമീഡിയറ്റ് പോർഫൈറിയ ഈസ് നോട്ട് എ ഫോട്ടോ സെൻസിറ്റീവ് വൺ. ഇതിന്റെ ട്രീറ്റ്മെന്റ് ഹെമാറ്റിൻ ആണ് കൊടുക്കുക. ഹെമാറ്റിൻ ആണ് ട്രീറ്റ്മെന്റ്, നമ്മൾ ഇതിന് ഡ്രഗ് ആയിട്ട് കൊടുക്കുക. അഡ്മിനിസ്റ്റർ ഹെമാറ്റിൻ വിച്ച് ഇൻഹിബിറ്റ് അമിനോ ലെവലോനിക് ആസിഡ് സിന്തേസ് ആൻഡ് അക്യുമുലേഷൻ ഓഫ് പോർഫോബിലിനോജൻ. അപ്പോൾ പോർഫോബിലിനോജൻ അക്യുമുലേറ്റ് ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യും. അടുത്ത് പോർഫൈറിയ ക്യൂട്ടേനിയ ടാഡ എന്ന് പറയും, PCT. പോർഫൈറിയ ക്യൂട്ടേനിയ ടാഡ. ഇതിനെ നമ്മൾ ദ വാമ്പയർ ഡിസീസ് എന്ന് പറയും. കാരണം ഈ ഡിസീസ് നമുക്ക് ഫോട്ടോ സെൻസിറ്റീവ് ആണ്. ഫസ്റ്റ് പറഞ്ഞ അക്യൂട്ട് ഇന്റർമീഡിയറ്റ് പോർഫൈറിയ ഒരു ലൈറ്റ് സെൻസിറ്റീവ് ഫോട്ടോ സെൻസിറ്റീവ് ഡിസീസ് അല്ല. പക്ഷെ ഇത് ഒരു ഫോട്ടോ സെൻസിറ്റീവ് ഡിസീസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ വാമ്പയർ ഡിസീസ് എന്ന് കൂടി പറയും. അവർക്ക് വെളിച്ചം പറ്റില്ല. കൂടുതൽ എക്സ്പോസ്ഡ് അവേഴ്സ് സൺലൈറ്റിലേക്ക് വരുമ്പോൾ അവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യും.
Porphyria cutanea tarda (PCT) is also known as cutaneous hepatic porphyria. Cutaneous hepatic porphyria. Hepatic porphyria ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ acute intermittent porphyria. അടുത്തതാണ് PCT, Porphyria cutanea tarda. ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, CHP എന്ന് വേണമെങ്കിൽ പറയാം, cutaneous hepatic porphyria. അതേപോലെ തന്നെ പോർഫൈറിയയിലെ ഏറ്റവും മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് പോർഫൈറിയ ആണ് PCT, പോർഫൈറിയ ക്യൂട്ടേനിയ ടാഡ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അസോസിയേറ്റ് വിത്ത് ലിവർ ഡാമേജ്. ഇത് ഹെപ്പാറ്റിക് പോർഫൈറിയ ആയതുകൊണ്ട് തന്നെ ഇത് ലിവർ ഡാമേജ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ വരുന്നത് ബൈ ആൽക്കഹോൾ ഓവർ കൺസപ്ഷൻ, ഓവർ യൂസ് ഓഫ് ആൽക്കഹോൾ ഒരുപാട് യൂസ് ചെയ്താലും, ഒപ്പം തന്നെ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു അയൺ ഓവർലോഡ് വന്നു കഴിഞ്ഞാലും നമുക്ക് ഇതേ കണ്ടീഷനിലേക്ക് നമ്മൾ എത്താം. ലിവർ ഡാമേജ് വരുന്ന സമയത്ത് നമുക്ക് ഹീം മെറ്റബോളിസം ഡിഫക്റ്റീവ് ആയി മാറും. അപ്പോൾ പോർഫോബിലിനോജൻ അല്ലെങ്കിൽ പോർഫൈറിൻ പ്രിക്കോഴ്സർ എല്ലാം നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ സിംറ്റം വരാം. ദ ഡെഫിഷ്യന്റ് എൻസൈം ഈസ് യൂറോപോർഫൈറിനോജൻ ഡീകാർബോക്സിലേസ്. അക്യൂട്ട് ഇന്റർമിറ്റന്റ് പോർഫൈറിയയിൽ യൂറോപോർഫൈറിനോജൻ 1 സിന്തേസിന്റെ ഡെഫിഷ്യൻസി ആയിരുന്നു. ഇവിടെ വരുന്നത് യൂറോപോർഫൈറിനോജൻ ഡീകാർബോക്സിലേസിന്റെ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ എന്താണ് ഡിസീസ് എന്നും അത് ഫോട്ടോ സെൻസിറ്റീവ് ആണോ അല്ലേ എന്നും അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതും അവിടുത്തെ ഡിഫക്റ്റീവ് എൻസൈം ഏതാണെന്നും കൂടിയാണ് ഈ ഓരോന്നിലും നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ഇൻക്രീസ്ഡ് എക്സ്ക്രീഷൻ ഓഫ് യൂറോപോർഫൈറിൻ 1 and 3 and rarely porphobilinogen PBG. ഓക്കെ, അപ്പൊ ഇതിൽ വരുന്നത് ഇൻക്രീസ്ഡ് എക്സ്ക്രീഷൻ ഓഫ് യൂറോപോർഫൈറിൻസ് 1 and 3. യൂറോപോർഫൈറിൻ ഇതിന്റെ ഡെഫിഷ്യൻസിയാണ് വരുന്നത്, അതായത് ഡീകാർബോക്സിലേസിന്റെ ഡെഫിഷ്യൻസിയാണ് വരുന്നത്. യൂറോപോർഫൈറിൻ ഡീകാർബോക്സിലേസിന്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ യൂറോപോർഫൈറിൻ 1 ആൻഡ് യൂറോപോർഫൈറിൻ 3യുടെ ഡെഫിഷ്യൻസി അവിടെ അക്യുമുലേറ്റ് ചെയ്യും. ഈ സാധനങ്ങൾ അവിടെ അക്യുമുലേറ്റ് ചെയ്യും. റെയർലി PBG, പോർഫോബിലിനോജൻ അക്യുമുലേറ്റ് ചെയ്യും. അടുത്തത് ക്യൂട്ടേനിയസ് ഫോട്ടോ സെൻസിറ്റിവിറ്റി. ഇത് ഒരു ഫോട്ടോ സെൻസിറ്റീവ് ആണ്. ഈ പേഷ്യന്റ് ഫോട്ടോ സെൻസിറ്റീവ് ആണ്. ഫോട്ടോ സെൻസിറ്റിവിറ്റി ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. ക്യൂട്ടേനിയസ് ഫോട്ടോ സെൻസിറ്റിവിറ്റി ആണ് ഈ പേഷ്യന്റിൽ വരുന്നത്. കാരണം ഈ ഹീം ബയോസിന്തസിന്റെ ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റുകളെല്ലാം നമ്മുടെ സ്കിന്നിൽ ഡെപ്പോസിറ്റ് ചെയ്യും. സ്കിന്നിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മൾ ലൈറ്റ് എല്ലാം വരും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സൺലൈറ്റിന് താഴെ സൂര്യപ്രകാശം നമ്മുടെ മേലെ കൊള്ളുമ്പോൾ ഇത് ഈ ലൈറ്റിനെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. എന്നിട്ട് അവിടെ ഓക്സിഡേഷൻ ഉണ്ടാവും. അപ്പോൾ ഓക്സിഡേറ്റീവ് ഡാമേജ് ടു ദ ടിഷ്യൂ ഉണ്ടായിരിക്കും. ഓക്സിഡേറ്റീവ് ഡാമേജ് ടു ദ ടിഷ്യൂവിന് ഓക്സിഡേറ്റീവ് ഡാമേജ് ഉണ്ടാക്കും. കൂടുതൽ ലൈറ്റ് എനർജി ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ട് ടിഷ്യൂവിന് ഓക്സിഡേറ്റീവ് ഡാമേജ് ഉണ്ടാക്കും. ഓക്സിഡേറ്റീവ് ഡാമേജ് ഉണ്ടാക്കുമ്പോൾ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് സ്റ്റിമുലേറ്റ് ചെയ്ത് ആ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് പ്രൊഡ്യൂസ് ബോഡിയിൽ ബ്ലിസ്റ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ ബോഡിയിൽ ബ്ലിസ്റ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് നേരത്തെ കണ്ട പിക്ചറിൽ കണ്ടത്. അതേപോലെ ഇതിന്റെ അടുത്തൊരു ഇതാണ് സ്കിൻ ഫ്രെജിലിറ്റി ആൻഡ് സ്കാരിങ്. ആൻഡ് സ്ക്ലീറോഡെർമോയിഡ് സ്കിൻ ചേഞ്ചസ്. സ്ക്ലീറോഡെർമോയിഡ് എന്ന് പറഞ്ഞാൽ സ്കിന്ന് തിക്കൻ ചെയ്യും, ഒപ്പം തന്നെ ഹാർഡൻ ആവും സ്കിന്ന്, ഒപ്പം അതിൽ ബ്ലിസ്റ്റേഴ്സും വരും. അതിനാണ് സ്ക്ലീറോഡെർമോയിഡ് സ്കിൻ എന്ന് പറഞ്ഞാൽ തിക്കനിങ് ആൻഡ് ഹാർഡനിങ് ഓഫ് സ്കിൻ ആണ്. ലിവർ എക്സിബിറ്റ് ഫ്ലൂറസെന്റ് ഡ്യൂ ടു ഹൈ കോൺസെൻട്രേഷൻ ഓഫ് അക്യുമുലേറ്റഡ് പോർഫൈറിൻ. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ലിവറിലും ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ലിവർ നമ്മൾ ഒരു എക്സാമിനേഷനിൽ ചെയ്യുന്ന സമയത്ത് ലിവറിൽ ഫ്ലൂറസെൻസ് കാണിക്കാൻ തുടങ്ങും. ലിവർ എക്സിബിറ്റ് ഫ്ലൂറസെൻസ് എന്ന് പറയുമ്പോൾ ഷോർട്ടർ വേവ് ലെങ്ത് ലൈറ്റ് അബ്സോർബ് ചെയ്ത് ഹയർ വേവ് ലെങ്ത് ലൈറ്റ് എക്സിബിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫ്ലൂറസെൻസ് എന്ന് പറയുക. അത് ലിവറിൽ നമ്മൾ ഫ്ലൂറസെൻസ് കാണാൻ പറ്റും, ലിവർ ബയോപ്സിയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. അടുത്തത് ഹെറിഡിറ്ററി കോപ്രോപോർഫൈറിയ.
കോപ്രോ പോർഫൈറിയ ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതാണ്. എൻസൈം ഡിഫക്റ്റ്, ഡിഫക്റ്റീവ് എൻസൈം ഈസ് കോപ്രോ പോർഫൈറിനോജൻ ഓക്സിഡേസ്. കോപ്രോ പോർഫൈറിനോജൻ ഓക്സിഡേസിന്റെ ഡിഫക്റ്റിലാണ് ഇത് വരുന്നത്. ഓക്കെ, കോപ്രോ പോർഫൈറിനോജൻ ഓക്സിഡേസിന്റെ ഡിഫക്റ്റിലാണ് ഇത് സംഭവിക്കുന്നത്. കോപ്രോ പോർഫൈറിനോജൻ 3 ആൻഡ് ഇന്റർമീഡിയേറ്റ്സ്, അതായത് അമിനോ ലെവലോനിക് ആസിഡ്, പോർഫോബിലിനോജൻ, ഇതെല്ലാം അവിടെ എക്സ്ക്രീറ്റ് ചെയ്യും യൂറിനിൽ, നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യും. അപ്പൊ ഇതെല്ലാം യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യും. അപ്പോൾ ഹെറിഡിറ്ററി മൂന്നാമത്തെ ഹെപ്പാറ്റിക് പോർഫൈറിയ ആണ് ഹെറിഡിറ്ററി കോപ്രോ പോർഫൈറിയ. The enzyme defect is coproporphyrinogen oxidase. അപ്പൊ അതുകൊണ്ട് തന്നെ കോപ്രോപോർഫൈറിനോജൻ 3, അമിനോ ലെവലോനിക് ആസിഡ്, പോർഫോബിലിനോജൻ ഇതെല്ലാം യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യും. പേഷ്യൻസ് ആർ ഫോട്ടോസെൻസിറ്റീവ്. പേഷ്യൻസ് ആർ ഫോട്ടോസെൻസിറ്റീവ്. ഈ പേഷ്യൻസും ഫോട്ടോസെൻസിറ്റീവ് ആയിരിക്കും. ഈ പേഷ്യന്റിനും ഫോട്ടോസെൻസിറ്റിവിറ്റി ഇഷ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ പോർഫൈറിയ ക്യൂട്ടേനിയ ടാഡയിലും ഹെറിഡിറ്ററി കോപ്രോ പോർഫൈറിയയിലും ഫോട്ടോസെൻസിറ്റീവ് ആയിരിക്കും. അക്യൂട്ട് ഇന്റർമീഡിയറ്റ് പോർഫൈറിയയിൽ പേഷ്യന്റ് ഫോട്ടോസെൻസിറ്റീവ് ആയിരിക്കില്ല. ഇതിന്റെ സിംറ്റംസ് ആർ സിമിലർ ടു അക്യൂട്ട് ഇന്റർമീഡിയറ്റ് porphyria. Patient have abdominal pain, vomiting, cardiovascular abnormality, neuropsychiatric issues due to tryptophan pyruvate deficiency, deposition of tryptophan. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ, ഡെപ്പോസിഷൻ ഓഫ് ട്രിപ്റ്റോഫാൻ ആൻഡ് 5-ഹൈഡ്രോക്സി ട്രിപ്റ്റമിൻ എല്ലാം വരും. ട്രീറ്റ്മെന്റ് കൊടുക്കുക. ഹെമാറ്റിൻ തന്നെയാണ് ഇതിൽ. അടുത്താണ് വാരിഗേറ്റ് പോർഫൈറിയ. VP എന്ന് പറയാം, വാരിഗേറ്റ് പോർഫൈറിയ. ഈ കണ്ടീഷനിൽ നമുക്ക് ഡിഫക്റ്റീവ് എൻസൈം എന്ന് പറയുന്നത് പ്രോട്ടോപോർഫൈറിനോജൻ ഓക്സിഡേസ്. ഡെഫിഷ്യന്റ് എൻസൈം പ്രോട്ടോപോർഫൈറിനോജൻ ഓക്സിഡേസിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് വരിക. ഡ്യൂ ടു ദിസ് ബ്ലോക്കേഡ് protoporphyrin 9 required for the ultimate synthesis of heme is not produced. അപ്പോൾ പ്രോട്ടോപോർഫൈറിൻ 9 സിന്തസിസ് ഇല്ല, അതിന് മുമ്പ് വെച്ചിട്ട് അത് ബ്ലോക്ക് ആവും. പ്രോട്ടോപോർഫൈറിനോജൻ ഓക്സിഡേസ് ആണ് പ്രോട്ടോപോർഫൈറിനോജൻ 9 പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് UDP3 എന്ന് വെച്ചിട്ടാണ് പ്രോട്ടോപോർഫൈറിനോജൻ 9 പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ നിന്നാണ് പ്രോട്ടോപോർഫൈറിൻ 9 പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് പ്രോട്ടോപോർഫൈറിനോജൻ 9 നിന്നാണ് പോർഫൈറിനോജൻ ഓക്സിഡേസിന്റെ ആക്ടിവിറ്റിയിൽ പ്രോട്ടോപോർഫൈറിൻ 9 പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ സ്റ്റെപ്പ് ബ്ലോക്ക് ആവും. ആൾമോസ്റ്റ് ആൾ ഇന്റർമീഡിയറ്റ് പോർഫോബിലിനോജൻ, കോപ്രോപോർഫൈറിൻ, യൂറോപോർഫൈറിൻ, പ്രോട്ടോപോർഫൈറിൻ ഇതെല്ലാം യൂറിനിലൂടെ നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യും, എക്സ്ക്രീറ്റഡ് ത്രൂ യൂറിൻ ആൻഡ് ഫീസസ്. Urine of these patients are colored and they exhibit photosensitivity. Patient photosensitive ആയിരിക്കും. അടുത്ത് എറിത്രോപോയിറ്റിക് പോർഫൈറിയ. ഇപ്പൊ നമ്മൾ പറഞ്ഞ 4 എണ്ണം ഹെപ്പാറ്റിക് പോർഫൈറിയ ആണ്. അതായത് അക്യൂട്ട് ഇന്റർമീഡിയറ്റ് പോർഫൈറിയ, പോർഫൈറിയ ക്യൂട്ടേനിയ ടാഡ, ഹെറിഡിറ്ററി കോപ്രോ പോർഫൈറിയ, വെരിഗേറ്റ് പോർഫൈറിയ. ഈ 4 എണ്ണമാണ് ഹെപ്പാറ്റിക് പോർഫൈറിയ വരുന്നത്. ഇനി എറിത്രോപോയിറ്റിക് പോർഫൈറിയ. The congenital erythropoietic porphyria. Enzyme defect is uroporphyrinogen co-synthase 3 co-synthase. Uroporphyrinogen 3 co-synthase ന്റെ deficiency ആണ്. It also causes the imbalance between activities of uroporphyrinogen 1 synthase and uroporphyrinogen 3 co-synthase. അതായത് രണ്ടെണ്ണത്തിന്റെ ഡിഫക്റ്റ് വരും ഇതിൽ. യൂറോപോർഫൈറിനോജൻ 1 സിന്തേസ് ആൻഡ് യൂറോപോർഫൈറിനോജൻ 3 co-synthase ഡെഫിഷ്യൻസി കൊണ്ടുവരുന്നതാണ്. ഇതിന്റെ രണ്ടിനെയും ആക്ടിവിറ്റി ഇംബാലൻസ് വരുന്ന കാരണം പക്ഷെ ഡിഫക്റ്റീവ് എൻസൈം എന്ന് പറയുന്നത് യൂറോപോർഫൈറിനോജൻ 3 co-synthase ആണ്. അതാണ് CEP, congenital erythropoietic porphyria. It is a rare congenital disorder. It is a rare congenital disorder.
ഇതൊരു ജന്മന നമുക്ക് വരുന്നതാണ്, കൺജനിറ്റൽ ആയിട്ട് ജന്മന വരുന്നതാണ്. മോസ്റ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ ദ എർത്രോപോയിറ്റിക് ടിഷ്യൂ. എർത്രോപോയിറ്റിക് ടിഷ്യൂ എന്ന് പറയുമ്പോൾ ബോൺ മാരോയില്. ഇൻഡിവിജ്വൽ എക്സ്ക്രീറ്റ് യൂറോപോർഫൈറിനോജൻ 1, കോപ്രോപോർഫൈറിനോജൻ 1, വിച്ച് ഓക്സിഡൈസ് ടു യൂറോപോർഫൈറിൻ 1 ആൻഡ് കോപ്രോപോർഫൈറിൻ 1. അപ്പോൾ യൂറോപോർഫൈറിനോജൻ 1നെ യൂറോപോർഫൈറിൻ 1 ആക്കുന്നതും കോപ്രോപോർഫൈറിനോജൻ 1നെ കോപ്രോപോർഫൈറിൻ 1 ആക്കുന്നതെല്ലാം ഡിഫക്റ്റീവ് ആയി മാറും ഇതിൽ. അപ്പോൾ യൂറോപോർഫൈറിനോജൻ 1 ആൻഡ് കോപ്രോപോർഫൈറിനോജൻ 1ന്റെ അക്യുമുലേഷൻ നമ്മുടെ ബോഡിയിൽ വരും. ഇതും ഫോട്ടോ സെൻസിറ്റീവ് ആണ്. ഇച്ചിങ് ആൻഡ് ബേണിംഗ് ഓഫ് സ്കിൻ വെൻ എക്സ്പോസ്ഡ് ടു ലൈറ്റ്, സ്വെല്ലിംഗ്, എറിത്തീമിയ ആൻഡ് സ്വെല്ലിംഗ് ഓൺ ഡ്യൂറിങ് ലൈറ്റ് എക്സ്പോസ്, മെയിൻലി ഇൻ ദ ഫേസ് ആൻഡ് ഹാൻഡ്സ്. അതായത് കണ്ണിലും മുഖത്തും എല്ലാം ലൈറ്റ് എക്സ്പോഷർ വരുമ്പോൾ എറിത്തീമിയും സ്വെല്ലിംഗ് എല്ലാം വരും. സ്കിന്നിൽ ഒരു റെഡിഷ് കളറേഷൻ വരും, സ്വെല്ലിംഗ് വരും, അങ്ങനെയുള്ള കണ്ടീഷൻസ് എല്ലാം വരും. സ്കാരിങ് എല്ലാം ഷാലോ, സർക്കുലർ, ലീനിയർ സ്കാർസ് ആയിട്ടാണ്. സ്കാർസിന്റെ ഒരു അപ്പിയറൻസ് ആണ് പറയുന്നത്. സർക്കുലർ, റൗണ്ട് ആയി ഒരു ഷാലോ ടൈപ്പിലാണ് കാണുക. വാക്സി തിക്കനിങ് ഓഫ് സ്കിൻ, സ്കിന്നിന് മേലെ ഒരു വാക്സി കോട്ടിങ് വന്ന പോലെ ഉള്ള ഒരു തിക്കനിങ് ആണ് ഇതിൽ ഫീൽ ചെയ്യുക. ഇൻക്രീസ്ഡ് ഹീമോളിസിസ്, റെഡ് സെൽ എൻസൈംസ് ആണ് ഡെഫിഷ്യൻസി വരുന്നത്. അപ്പൊ റെഡ് സെല്ലിന്റെ സ്റ്റെബിലിറ്റി കുറയും, ഹീമോളിസിസ് ഉണ്ടാവും. അടുത്ത് പ്രോട്ടോപോർഫൈറിയ. പ്രോട്ടോപോർഫൈറിയ എന്ന് പറയുമ്പോൾ എർത്രോപോയിറ്റിക് പ്രോട്ടോപോർഫൈറിയ, സ്പെസിഫിക് ആയിട്ട് പറയണമെങ്കിൽ പ്രോട്ടോപോർഫൈറിയ നമുക്ക് എർത്രോപോയിറ്റിക് പ്രോട്ടോപോർഫൈറിയ എന്ന് പറയാം. ഡിഫക്റ്റീവ് എൻസൈം ഈസ് ഫെറോകീലറ്റേസ്. ഇത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെറസ് അയോൺസിനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഹീം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റെപ്പിനെയാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. പ്രോട്ടോപോർഫൈറിൻ 9ലെല്ലാം ഫെറസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫെറിക് അയൺ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഹീമാക്കി മാറ്റുന്ന ഫൈനൽ സ്റ്റെപ്പിൽ വരുന്നതാണ്. അപ്പോൾ പ്രോട്ടോപോർഫൈറിൻ 9ൽ അയൺ Fe2+ അങ്ങനെയുള്ള ഡെപ്പോസിഷൻ വന്നിട്ടാണ് ഇത് ഹീമാക്കി മാറ്റുന്നത്. ആ സ്റ്റെപ്പിനെയാണ് ഇത് അഫക്ട് ചെയ്യുന്നത്. സോ പ്രോട്ടോപോർഫൈറിൻ 9 അതിന്റെ സബ്സ്ട്രേറ്റ് ഫെറോകീലറ്റേസ് ഡെഫിഷ്യന്റ് ആകുമ്പോൾ അത് എന്തിനെയാണോ കൺവേർട്ട് ചെയ്ത് ഹീമാക്കുന്നത് അത് ഡെഫിഷ്യന്റ് ആയി മാറും. അതാണ് പ്രോട്ടോപോർഫൈറിൻ 9. ഇത് റെഡ് സെല്ല്, മറ്റേ ഹെപ്പാറ്റിക് പോർഫൈറിയയില് ലിവർ ഫ്ലൂറസെൻസ് കാണിക്കുകയായിരുന്നു. അതേപോലെ പ്രോട്ടോപോർഫൈറിയയില് റെറ്റിക്കുലോസൈറ്റ്, ഇമ്മീഡിയറ്റ് പ്രിക്കോഴ്സർ ഓഫ് RBCs ആയിട്ടുള്ള റെറ്റിക്കുലോസൈറ്റും അതേപോലെ സ്കിൻ ബയോപ്സി, സ്കിന്നിന്റെ ബയോപ്സി എടുത്താലും അതിലും നമുക്ക് റെഡ് ഫ്ലൂറസെൻസ്, ഈ പ്രോട്ടോപോർഫൈറിൻ 9 ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതൊരു ഫ്ലൂറസെൻസ് പ്രൊഡ്യൂസ് ചെയ്യും, റെഡ് ഫ്ലൂറസെൻസ് കാണാൻ കഴിയും. അപ്പൊ ഇത്രയാണ് ഇതിൽ കാര്യങ്ങൾ വരുന്നത്. ഇനി ഇതിനെ നമ്മളൊന്ന് മൊത്തത്തിലൊന്ന് സമ്മറൈസ് ചെയ്യാണ്. അതായത് ഹെപ്പാറ്റിക് പോർഫൈറിയ, ടൈപ്പ് ഓഫ് പോർഫൈറിയയിൽ ഹെപ്പാറ്റിക് വരുന്നതാണ് അക്യൂട്ട് ഇന്റർമീഡിയറ്റ് പോർഫൈറിയ. യൂറോപോർഫൈറിനോജൻ സിന്തേസ് 1ന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്. അബ്ഡോമിനൽ പെയിൻ, ന്യൂറോസൈക്കാട്രിക് സിംറ്റംസ് ആണ്, നോൺ ഫോട്ടോ സെൻസിറ്റീവ് ആണ് പേഷ്യൻസ്. അടുത്ത് പോർഫൈറിയ ക്യൂട്ടേനിയ ടാഡ അല്ലെങ്കിൽ PCT. യൂറോപോർഫൈറിനോജൻ ഡീകാർബോക്സിലേസിന്റെ ഡെഫിഷ്യൻസിയാണ്, പേഷ്യന്റ് ഫോട്ടോ സെൻസിറ്റീവ് ആയിരിക്കും. അപ്പൊ സ്ക്ലീറോമാറ്റിക് ചേഞ്ചസ് എല്ലാം പേഷ്യന്റിന് വരും. അടുത്ത് ഹെറിഡിറ്ററി HCP, ഹെറിഡിറ്ററി കോപ്രോപോർഫൈറീമിയ, കോപ്രോപോർഫൈറിനോജൻ ഓക്സിഡേസ്. ഹെറിഡിറ്ററി കോപ്രോപോർഫൈറിയ ഉണ്ടാക്കുന്നത് കോപ്രോപോർഫൈറിനോജൻ ഓക്സിഡേസിന്റെ ഡെഫിഷ്യൻസിയാണ്. ഫോട്ടോ സെൻസിറ്റീവ് ഉണ്ടാവും, അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവും, ന്യൂറോ സൈക്കാട്രിക് സിംറ്റംസ്, ആൻഷൈറ്റി, ഡിസിനസ് അങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം ഉണ്ടാവും. അടുത്താണ് വെറിഗേറ്റ് പോർഫൈറിയ. ഈ 4ലാണ് ഹെപ്പാറ്റിക് പോർഫൈറിയ വരുന്നത്. വെറിഗേറ്റ് പോർഫൈറിയയില് പ്രോട്ടോപോർഫൈറിനോജൻ ഓക്സിഡേസിന്റെ ഡെഫിഷ്യൻസിയാണ്. ഇതും അബ്ഡോമിനൽ പെയിൻ, ഫോട്ടോ സെൻസിറ്റിവിറ്റി, ന്യൂറോ സൈക്കാട്രിക് സിംറ്റംസ് എല്ലാം ഉണ്ടാക്കും. അടുത്ത വരുന്നതാണ് എറിത്രോപോയിറ്റിക് പോർഫൈറിയ. കൺജനിറ്റൽ എറിത്രോപോയിറ്റിക് പോർഫൈറിയ എന്ന് പറയും. കൺജനിറ്റൽ ഡിസോർഡർ ആണ്, ജന്മന തന്നെ ഉണ്ടാവുന്നതാണ്. യൂറോപോർഫൈറിനോജൻ 3 കോസിന്തേസിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഇതിനും പേഷ്യന്റിന് ഫോട്ടോ സെൻസിറ്റിവിറ്റി ഉണ്ട്. RBC എൻസൈം ആയതുകൊണ്ട് ഈ പേഷ്യന്റിൽ ഹീമോളിസിസ് കൂടി കാണിക്കും. അപ്പൊ അതൊരു ഡിഫറൻഷിയേറ്റിംഗ് ഫീച്ചർ ആണ്. ഹീമോളിസിസ് കാണിക്കുമ്പോൾ നമുക്കത് എറിത്രോപോയിറ്റിക് പോർഫൈറിയയിലേക്ക് കൊണ്ടുവരാൻ പറ്റും.
അടുത്ത പ്രോട്ടോപോർഫൈറിയ എന്ന് പറയും. പ്രോട്ടോപോർഫൈറിയ അതിൻ്റെ ഇത് ഫെറോകീലറ്റേസിന്റെ ഡെഫിഷ്യൻസിയാണ്. പോർഫോബിലിനോജൻ പ്രോട്ടോപോർഫൈറിൻ നയനെ ഹീമാക്കി മാറ്റുന്ന നമ്മുടെ ഫെറിക് അയോൺസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്ന സ്റ്റെപ്പാണ്. അതിൽ ഡെഫിഷ്യൻ്റ് ആവുമ്പോൾ വരുന്ന ഡിസീസാണ് പ്രോട്ടോപോർഫൈറിയ അല്ലെങ്കിൽ എറിത്രോപോയറ്റിക് പ്രോട്ടോപോർഫൈറിയ എന്ന് പറയും. അതിന് ഫെറോകീലറ്റേസ് ആണ് ഡെഫിഷ്യന്റ്. ഇതിന്റെ ഒരു സിംറ്റമാണ് ഫോട്ടോസെൻസിറ്റിവിറ്റി. ഇനി അക്വേർഡ്, മറ്റെല്ലാം ഇൻഹെറിറ്റഡും അതിൽ വരുന്നതാണ്. ഇനി അക്വേർഡ് ഓർ ടോക്സിക് പ്രോട്ടോപോർഫൈറിയ. അക്വേർഡ് ഓർ ടോക്സിക് പ്രോട്ടോപോർഫൈറിയ ഇറ്റ് വാസ് ഒക്കേഴ്സ് ഡ്യൂ ടു ദ ടോക്സിറ്റി ഓഫ് സെവറൽ കോമ്പൗണ്ട്സ്. അതായത് ഹെവി മെറ്റൽ, ലെഡിന്റെ എക്സ്പോഷർ ഉണ്ടാവുമ്പോൾ അക്യൂട്ട്, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, അക്യൂട്ട് പ്രോട്ടോപോർഫൈറിയ ഉണ്ടാവുന്ന അല്ലെങ്കിൽ അക്യൂട്ട് പോർഫൈറിയ എല്ലാം ഉണ്ടാവുന്നത് എന്തെങ്കിലും പോയ്സണിങ്, ലെഡ് പോയ്സണിങ് ആണ് മെയിൻ റീസൺ എന്ന് പറഞ്ഞു. അതാണ് ഹെവി മെറ്റൽ, ലെഡ് പോയ്സണിങ് വരുമ്പോൾ. അതേപോലെ ഹെക്സാക്ലോറോബെൻസീൻ, അതേപോലെ ചില ഡ്രഗ്സുകൾ, ഗ്രീസോഫുൾവിൻ എന്നുള്ള ഡ്രഗ്സുകൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൻ്റെ. ഇതെല്ലാം ഇൻഹിബിറ്റ് മെനി എൻസൈംസ് ഇൻ ദ ഹീം സിന്തസിസ്. അതായത് ഈ ഹെവി മെറ്റൽസ് എല്ലാം ഹീം സിന്തസിന്റെ ഒരുപാട് എൻസൈമിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതായത് അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്: അമിനോ ലെവലോനിക് ആസിഡ് ഡീഹൈഡ്രേറ്റേസ്, യൂറോപോർഫൈറിനോജൻ 1 സിന്തേസ്, ഫെറോകീലറ്റേസ്. ഈ എൻസൈംസിനെല്ലാം ഈ പറയുന്ന ഹെവി മെറ്റൽ എല്ലാം അഫക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ നമുക്ക് ഈ ലെഡ് പോയ്സണിങ്ങിലെല്ലാം പോർഫൈറിയ വരുന്നത്. ഇനി ഇതിന്റെ ലാബ് ഡയഗ്നോസിസ് ആകുമ്പോൾ നമ്മൾ യൂറിൻ സാമ്പിൾ ആയിട്ട് എടുക്കും. യൂറിൻ പോർഫൈറിൻ അനാലിസിസ് എടുക്കും നമ്മൾ. അത് ചെയ്തിട്ട് ഡിഫറെന്റ് പോർഫൈറിയ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യും. ഫീക്കൽ പോർഫൈറിൻ അനാലിസിസ്, യൂറിൻ എടുക്കും, ഫീസസ് എടുക്കും. RBC എറിത്രോസൈറ്റ് പോർഫൈറിൻ അനാലിസിസിന് വേണ്ടി RBCയുടെ അകത്തെ പോർഫൈറിൻ ലെവൽ മെഷർ ചെയ്യുന്ന ഇത് ചെയ്യും. അതും നമുക്ക് ഡയഗ്നോസ്റ്റിക് ആൻഡ് ഡിഫറൻഷിയേറ്റിംഗ് ഫീച്ചേഴ്സ് ആയിട്ട് എടുക്കാം. പ്ലാസ്മയിൽ നോക്കാം. ഈ RBC ഒക്കെ ലൈസ് ആയി കഴിഞ്ഞാൽ ഈ പോർഫൈറിൻ റിലീസ് ചെയ്യും ബ്ലഡ് പ്ലാസ്മയിലേക്ക്. അത് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാം. പിന്നെ DNA മ്യൂട്ടേഷൻ അനാലിസിസ്, അതായത് ജനറ്റിക് മ്യൂട്ടേഷൻ ആണ് അസോസിയേറ്റഡ് വിത്ത് ഈ പോർഫൈറിയക്ക് കാരണമായിരിക്കുന്നത് എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡിഫറൻഷിയേറ്റിംഗ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ഫീച്ചേഴ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. യൂറിൻ എടുക്കും, ഫീസസ്, RBC എടുക്കും, പ്ലാസ്മ എടുക്കും. DNA മ്യൂട്ടേഷൻ വേണ്ടി ജനറ്റിക് മ്യൂട്ടേഷൻ കണ്ടുപിടിക്കാനും നമ്മൾ ജനറ്റിക് മ്യൂട്ടേഷൻ ടെസ്റ്റുകൾ വരെ ഇതിനകത്തുണ്ട്. പിന്നെ എങ്ങനെയാണ് ലാബ് റിസൾട്ട് ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അവരുടെ പേഷ്യന്റെ ക്ലിനിക്കൽ സിംറ്റംസ് നമ്മൾ നോക്കും. ഫാമിലി ഹിസ്റ്ററി, ഇതിനു മുമ്പ് അവരുടെ ഫാമിലി ഹിസ്റ്ററിയിൽ ആരെങ്കിലും ഉണ്ടോ, ക്ലിനിക്കൽ സിംറ്റംസ് എന്തൊക്കെയാണ്, പേഷ്യന്റിനുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കും. അതിനുശേഷം ഡയഗ്നോസ്റ്റിക് ഫൈൻഡിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കും. അതേപോലെ ഇത് ലാബ് ഡയഗ്നോസിസ് അല്ല, അതുപോലെ ഡെഫിനിറ്റീവ് ഡയഗ്നോസിസ്. അപ്പോൾ പേഷ്യന്റ് ഇത് ലാബ് റിപ്പോർട്ട് എല്ലാം വെച്ച് നമ്മൾ ചെയ്യുന്നത്. ഡയഗ്നോസ്റ്റിക് ഫൈൻഡിങ് എല്ലാം വെച്ച് ക്ലിനിക്കൽ ഇവാലുവേഷൻ നോക്കും, ലാബ് ടെസ്റ്റ് റിപ്പോർട്ട് നോക്കും, ജനറ്റിക് അനാലിസിസ് കൂടി നോക്കും. പേഷ്യന്റെ ജനറ്റിക് അനാലിസിസ് കൂടി ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഫൈനലൈസ് ചെയ്യുന്നത്. ഇനി സ്പെസിഫിക് ലബോറട്ടറി ഫൈൻഡിങ് ഫോർ ഈച്ച് പ്രോട്ടോപോർഫൈറിയ. അക്യൂട്ട് ഇന്റർമീഡിയറ്റ് പോർഫൈറിയ, എലിവേറ്റഡ് യൂറിനറി പോർഫോബിലിനോജൻ PBG ആൻഡ് ഡെൽറ്റ അമിനോ ലെവലോനിക് ആസിഡ്. ഇതാണ് എലിവേറ്റഡ് ലെവൽ വരിക AIP-യില്, അക്യൂട്ട് ഇന്റർമീഡിയറ്റ് പോർഫൈറിയയിൽ. അപ്പോൾ AIP-യിൽ വരുന്നത് യൂറിനറി പോർഫോബിലിനോജൻ ആൻഡ് ഡെൽറ്റ അമിനോ ലെവലോനിക് ആസിഡ്. ഇത് രണ്ടും ഇൻക്രീസ് ചെയ്യുന്നതാണ് നമുക്ക് അക്യൂട്ട് ഇന്റർമീഡിയറ്റ് പോർഫൈറിയയിൽ വരിക. അടുത്ത കൺജനിറ്റൽ എറിത്രോപോയറ്റിക് പോർഫൈറിയയിൽ വരുന്നതാണ് എലിവേറ്റഡ് എറിത്രോസൈറ്റിക് യൂറോപോർഫൈറിൻ ആൻഡ് കോപ്രോപോർഫൈറിൻ. എലിവേറ്റഡ് കൺജനിറ്റൽ എറിത്രോപോയറ്റിക് പോർഫൈറിയയിൽ വരുന്നതാണ് എലിവേറ്റഡ് എറിത്രോസൈറ്റ് യൂറോപോർഫൈറിൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എറിത്രോസൈറ്റ് അനാലിസിസിൽ പോയിട്ട് RBC എടുത്തിട്ടുള്ള അതിൽ RBCസിനകത്ത് യൂറോപോർഫൈറിൻ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ കോപ്രോപോർഫൈറിൻ കൂടുതലാണെങ്കിൽ നമുക്കത് കൺജനിറ്റൽ എറിത്രോപോയറ്റിക് പോർഫൈറിയ ആയിട്ട് എടുക്കാം. അടുത്തത് പോർഫൈറിയ ക്യൂട്ടേനിയ ടാഡ.
porphyria cutanea tarda. Elevated urinary uroporphyrin and coproporphyrin. Uroporphyrin and coproporphyrin. കാരണം യൂറോപോർഫൈറിൻ ഡീകാർബോക്സിലേസിന്റെ ഡെഫിഷ്യൻസിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ യൂറോപോർഫൈറിനും കോപ്രോപോർഫൈറിനും നമ്മുടെ ഇതിൽ യൂറിനിലും സ്റ്റൂളിലും എക്സ്ക്രീറ്റ് ചെയ്യും. അടുത്ത് എറിത്രോപോയിറ്റിക് പ്രോട്ടോപോർഫൈറിയ. എറിത്രോപോയിറ്റിക് പ്രോട്ടോപോർഫൈറിയ ഇതിൽ എലിവേറ്റഡ് എറിത്രോസൈറ്റ് പ്രോട്ടോപോർഫൈറിൻ. അപ്പോൾ ഈ ബ്ലഡ് യൂറിൻ സ്റ്റൂൾ സാമ്പിൾ എല്ലാം എടുത്തിട്ട് അതിൽ നിന്ന് തന്നെ പ്ലാസ്മ എടുത്തിട്ട് ഈ നാലിലെയും ഡിഫറൻഷ്യൽ ഡയഗ്നോസ് ചെയ്തിട്ട് നമുക്ക് ഏത് ഡിസീസ് ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എറിത്രോപോയിറ്റിക് പ്രോട്ടോപോർഫൈറിയ ആണെങ്കിൽ നമുക്ക് എറിത്രോസൈറ്റിലെ പ്രോട്ടോപോർഫൈറിന്റെ ലെവൽ ഇൻക്രീസ് ആയിരിക്കും. അടുത്ത വെറിഗേറ്റ് പോർഫൈറിയയിൽ നമുക്ക് യൂറിനറി കോപ്രോപോർഫൈറിൻ ആൻഡ് പ്രോട്ടോപോർഫൈറിൻ യൂറിനറി കോപ്രോപോർഫൈറിനും പ്രോട്ടോപോർഫൈറിനും ഇൻക്രീസ് ചെയ്യും. അടുത്തത് ഹെറിഡിറ്ററി കോപ്രോപോർഫൈറിയ. ഇറ്റ് ഈസ് ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന ഒരു ഡിസീസാണ്. യൂറിനറി കോപ്രോപോർഫൈറിൻ ലെവല് ആൻഡ് ഡെൽറ്റ അമിനോ ലെവലോണിക് ആസിഡ് ലെവല്. യൂറിനറി കോപ്രോപോർഫൈറിൻ ആൻഡ് ഡെൽറ്റ അമിനോ ലെവലോണിക് ആസിഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹെറിഡിറ്ററി കോപ്രോപോർഫൈറിയാണ്. അക്യൂട്ട് ഇന്റർമീഡിയറ്റ് പോർഫൈറിയയിൽ നമുക്ക് വരുന്നത് യൂറിനറി പോർഫോബിലിനോജനും ഡെൽറ്റ അമിനോ ലെവലോണിക് ആസിഡ് ആണ്. പക്ഷേ ഹെറിഡിറ്ററി കോപ്രോപോർഫൈറിയയിൽ വരുന്നത് യൂറിനറി കോപ്രോപോർഫൈറിൻ ആൻഡ് ഡെൽറ്റ അമിനോ ലെവലോണിക് ആസിഡ് ആണ്. അപ്പോൾ AIP-യിലും HCP-യിലും നമുക്ക് ഡെൽറ്റ അമിനോ ലെവലോണിക് ആസിഡ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഇത് വെച്ചിട്ടാണ് ഡിഫറൻറ്റ് ഡയഗ്നോസിസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ ഈ കാര്യങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കുക. യൂറോപോർഫൈറിനോജൻ സിന്തേസ് 1ന്റെ ഡെഫിഷ്യൻസി നമുക്ക് ഉണ്ടാക്കുന്നത് അക്യൂട്ട് ഇന്റർമീഡിയറ്റ് പോർഫൈറിയാണ്. യൂറോപോർഫൈറിനോജൻ 3 കോ സിന്തേസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്നത് കൺജനിറ്റൽ എറിത്രോപോയിറ്റിക് പോർഫൈറിയാണ്. യൂറോപോർഫൈറിനോജൻ ഡീകാർബോക്സിലേൻ ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്നത് PCT പോർഫൈറിയ ക്യൂട്ടേനിയ ടാർഡ എന്നുള്ള ഡിസീസ് ആണ്. കോപ്രോപോർഫൈറിനോജൻ ഓക്സിഡേസിന്റെ ഡെഫിഷ്യൻസി ഹെറിഡിറ്ററി കോപ്രോപോർഫൈറിയ. ദെൻ പ്രോട്ടോപോർഫൈറിനോജൻ ഓക്സിഡേസിന്റെ ഡെഫിഷ്യൻസിയാണ് വെറിഗേറ്റ് പോർഫൈറിയ ഉണ്ടാക്കുന്നത്. ഫെറോകീലറ്റേസിന്റെ ഡെഫിഷ്യൻസിയാണ് നമുക്ക് എറിത്രോപോയിറ്റിക് പ്രോട്ടോപോർഫൈറിയ ഉണ്ടാക്കുന്നത്. അപ്പോൾ യൂറോപോർഫൈറിനോജൻ 3 കോ സിന്തേസിന്റെയും ഫെറോകീലറ്റേസിന്റെ ഡെഫിഷ്യൻസിയാണ് എറിത്രോപോയിറ്റിക് പോർഫൈറിയ റിലേറ്റ് ചെയ്ത് വരുന്ന എൻസൈംസ്. ബാക്കിയെല്ലാം വരുന്നത് ഹെപ്പാറ്റിക് പോർഫൈറിയ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസീസസ് ആണ്. ഇനി ഇതിന്റെ ലൊക്കേഷൻ കൂടി പറയുകയാണ്. ഇതേ കാര്യങ്ങൾ തന്നെയാണ്. അതായത് മൈറ്റോകോൺട്രിയയിൽ ആണ് ഈ ഫെറോകീലറ്റേസ്, പ്രോട്ടോപോർഫൈറിനോജൻ ഓക്സിഡേസ്, കോപ്രോപോർഫൈറിനോജൻ ഓക്സിഡേസ്, അതേപോലെ ഡെൽറ്റ അമിനോ ലെവലോനേറ്റ് സിന്തേസ്, ഇതെല്ലാം മൈറ്റോകോൺട്രിയയിലാണ് ലൊക്കേഷൻ ആയിട്ട് വരുന്നത്. പക്ഷേ അമിനോ ലെവലോനിക് ആസിഡ് ഡീഹൈഡ്രേറ്റേസ്, യൂറോപോർഫൈറിനോജൻ 1 സിന്തേസ്, യൂറോപോർഫൈറിനോജൻ ഡീകാർബോക്സിലേസ്, ഇതെല്ലാം വരുന്നത് നമ്മുടെ സൈറ്റോസോളിലാണ്. അപ്പോൾ ഇതിന്റെ നോക്കാം, സൈറ്റോസോളിലെ ആ ഡിഫക്റ്റ് കാരണം നമുക്ക് വരുന്നതാണ് ഈ പോർഫൈറിയ വരുന്ന അക്യൂട്ട് ഇന്റർമീഡിയറ്റ് പോർഫൈറിയ ക്യൂട്ടേനിയ ടാഡ, ഇതെല്ലാം സൈറ്റോസോൾ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഡിഫക്റ്റീവ് എൻസൈം കാരണമാണ്. ബാക്കിയെല്ലാം വരുന്നത്, അതായത് നമ്മുടെ ഹെറിഡിറ്ററി കോപ്രോപോർഫൈറിയ, വെറിഗേറ്റ് പോർഫൈറിയ, എറിത്രോപോയിറ്റിക് പോർഫൈറിയ എല്ലാം മൈറ്റോകോൺട്രിയൽ എൻസൈംസിൽ വരുന്ന ഡെഫിഷ്യൻസി കൊണ്ടും വരുന്നതാണ്. അങ്ങനെ ഇതൊരു ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഈ പഠിച്ച ടോപ്പിക്കിൽ എങ്ങനെയാണ് ഇത് ആൻസർ ചെയ്യാന്നുള്ളത്, അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 15 ക്വസ്റ്റ്യൻ ഉണ്ട്, എങ്ങനെ ആൻസർ ചെയ്യാന്ന്. ദ എൻസൈം വിച്ച് ഡെഫിഷ്യന്റ് ഇൻ അക്യൂട്ട് ഇന്റർമീഡിയറ്റ് പോർഫൈറിയ. അപ്പൊ നമ്മളൊരു എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അതിന്റെ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ 4 ഓപ്ഷൻ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ 4 ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ പഠിക്കുന്നതാണ് ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ കുറച്ചുകൂടി നല്ലത്. അക്യൂട്ട് ഇന്റർമീഡിയറ്റ് പോർഫൈറിയ ഡിഫക്റ്റീവ് എൻസൈം
യൂറോപോർഫൈറിൻ സിന്തേസ് 1 ആണ്. ഫെറോക്കിലറ്റേസ് എല്ലാം ലാസ്റ്റിലേക്കാണ് വരുന്നത്. ഫെറോക്കിലറ്റേസിന്റെ ഡെഫിഷ്യൻസി വരുന്നത് എറിത്രോപോയറ്റിക് പ്രോട്ടോപോർഫൈറിയയിലാണ്. പ്രോട്ടോപോർഫൈറിന്റെ ഓക്സിഡേസിന്റെ ഡെഫിഷ്യൻസി വരുന്നത് വെറിഗേറ്റ് പ്രോട്ടോപോർഫൈറിയയിലാണ്. അങ്ങനെയുള്ള ഒരു ഡിഫറൻഷ്യൽ ഇത് നമ്മൾ പഠിക്കണം. വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺ പോർഫൈറിയ? മോസ്റ്റ് കോമൺ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോസ്റ്റ് കോമൺ പോർഫൈറിയ എന്ന് പറയുന്നത് PCT, പോർഫൈറിയ ക്യൂട്ടേനിയ ടാഡയാണ് മോസ്റ്റ് കോമൺ പോർഫൈറിയ. അതായത് ആൽക്കഹോളിൻ്റെ ഇത് വരുന്നതുകൊണ്ടും അതുപോലെ അയൺ ഡെപ്പോസിഷൻ്റെ ഒക്കെ വരുന്നതുകൊണ്ട് വരുന്നത്. അടുത്ത് വിച്ച് കോമ്പൗണ്ട് അക്യുമുലേറ്റ് ഇൻ ടിഷ്യൂ ആൻഡ് എക്സ്ക്രീറ്റഡ് ഇൻ പ്രോട്ടോപോർഫൈറിയ? പ്രോട്ടോപോർഫൈറിയ, എറിത്രോപോയറ്റിക് പ്രോട്ടോപോർഫൈറിയ എന്നും പറയാം. വിച്ച് കോമ്പൗണ്ട് ഈസ് അക്യുമുലേറ്റഡ്? ഇത് ഏത് രീതിയിലും ചോദിക്കാം. ഡെഫിഷ്യന്റ് എൻസൈം ഏതാണെന്ന് ചോദിക്കാം. അതിനപ്പുറം ഏത് തരത്തിൽ ബാധിക്കുന്നു, അങ്ങനെയുള്ള ഏതിനെ വയ്ക്കുക, ഏതാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൂടുതലായിട്ട്, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ചോദിക്കുന്നത് ഏത് എൻസൈമാണ് കോമ്പൗണ്ട് വിച്ച് അക്യുമുലേറ്റ് ഇൻ പ്രോട്ടോപോർഫൈറിയ? പ്രോട്ടോപോർഫൈറിയയിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന കോമ്പൗണ്ട് ഏതാണ്? അപ്പൊ നമ്മൾ അതിലെ പ്രോട്ടോപോർഫൈറിയയിലേക്ക് അതിലേക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഏതാണെന്ന്. അവിടെ എന്താ റിയാക്ഷൻ നടക്കുന്നത്? ഫെറോക്കിലറ്റേസ് ആക്ട് ചെയ്തിട്ടാണ് അവിടെ റിയാക്ഷൻ നടക്കുന്നത്. പോർഫൈറിൻ 9 കൺവേർട്ട് ചെയ്തിട്ടാണ് അത് ഹീമാക്കി മാറ്റുന്നത്. അടുത്ത് വിച്ച് പോർഫൈറിയ ഈസ് കോസ്ഡ് ബൈ എക്സ്പോഷർ ടു ഹെവി മെറ്റൽ ഓർ ടോക്സിക് കോമ്പൗണ്ട്? വിച്ച് പോർഫൈറിയ ഈസ് അസോസിയേറ്റഡ് വിത്ത് കൺജനിറ്റൽ എറിത്രോപോയറ്റിക് പോർഫൈറിയ? നമ്മൾ ഇതേ ഓപ്ഷൻസ് നോക്കാം. അതായത് ഹെവി മെറ്റൽ അല്ലെങ്കിൽ ടോക്സിക് കോമ്പൗണ്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം, കൺജനിറ്റൽ എറിത്രോപോയറ്റിക് പോർഫൈറിയ. അതിൽ UDP3 കോസിൻഡേസിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് വരുന്നത്. ഇനി അക്യൂർഡ് ഓർ ടോക്സിക് പോർഫൈറിയ. അപ്പൊ ഈ ക്വസ്റ്റ്യനിലും നമുക്ക് ടോക്സിക് എന്നുള്ള ടേം ഉണ്ട്, ആൻസറിലും ടോക്സിക് എന്നുണ്ട്. അപ്പൊ പിന്നെ അത് തന്നെ നമുക്ക് അങ്ങനെ ഇപ്പോഴും ലോജിക് അപ്ലൈ ചെയ്ത് വേണം നമ്മൾ എക്സാം എഴുതാൻ. നോളജ് വേണം, തിയറി നോളജ് വേണം, ഒപ്പം തന്നെ എക്സാം ഹോളിൽ ടെൻസ്ഡ് ആവാതെ ലോജിക് അപ്ലൈ ചെയ്തുകൂടി ആൻസർ ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ഓപ്ഷൻ ബി അക്യൂർഡ് ഓർ ടോക്സിക് പോർഫൈറിയ തന്നെയാണ് ആൻസർ. എന്നാൽ നമുക്ക് ഒന്നുകൂടി ബാക്കിയുള്ള നോക്കാം. ഹെറിഡിറ്ററി കോപ്രോപോർഫൈറിയ. അവിടെ കോപ്രോപോർഫൈറിനോജൻ ഓക്സിഡേസിന്റെ ഡെഫിഷ്യൻസിയാണ്. അടുത്ത് എറിത്രോപോയറ്റിക് പ്രോട്ടോപോർഫൈറിയ. എറിത്രോപോയറ്റിക് പ്രോട്ടോപോർഫൈറിയയിൽ ഫെറോക്കിലറ്റേസിന്റെ ഡെഫിഷ്യൻസി കാരണം വരുന്നതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ അക്യൂർഡ് ഓർ ടോക്സിക് പോർഫൈറിയ. The symptom is common in photosensitive porphyria. Photosensitive porphyria, PCT എല്ലാം വരുന്നതിലാണ്. Abdominal pain, itching and burning in the skin when exposed to light, cardiovascular abnormality, neuropsychiatric disturbance. അപ്പോൾ അതിൽ നമുക്ക് ഫോട്ടോസെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആ ടേം നോക്കണം. എല്ലാ ക്വസ്റ്റ്യനിലും ഒരു കീ വേർഡ് ഉണ്ടായിരിക്കും. അതാരും മനഃപൂർവ്വം അതിൽ കൊണ്ടിടുന്നതല്ല, ഒരു കീ വേർഡ് അവിടെ ഉണ്ടായിരിക്കും. ആ കീ വേർഡിനെ നമ്മൾ തിരിച്ചറിയാൻ പഠിക്കണം. ഫോട്ടോ സെൻസിറ്റീവ് എന്നെല്ലാം വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ലൈറ്റ് ആണ്, ലൈറ്റിന് സെൻസിറ്റിവിറ്റി വരുന്നതാണ്. അങ്ങനെ നമുക്ക് വെയിൽ കൊണ്ട വയറുവേദന വരില്ല, വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ കാർഡിയോവാസ്കുലർ ഇഷ്യൂസോ അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ അബ്നോർമാലിറ്റി വരില്ല, വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ന്യൂറോസൈക്കാട്രിക് ഇഷ്യൂസ് ആയിട്ട് ഒന്നും വരില്ല. അപ്പോൾ അതിന്റെ ആൻസർ ഇച്ചിങ് ആൻഡ് ബേണിംഗ് ഓഫ് ദ സ്കിൻ വെൻ എക്സ്പോസ്ഡ് ടു ലൈറ്റ്. കാരണം ഫോട്ടോ എന്നുള്ളൊരു വാക്ക് അവിടെ ക്വസ്റ്റ്യനിലുണ്ട്, ലൈറ്റ് എന്നുള്ള വാക്ക് ആൻസറിൽ വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി അങ്ങനെ തന്നെ ആയിരിക്കും. ഇതിലിവിടെ എന്തായാലും ഇത് തന്നെയാണ് ആൻസർ. അതേപോലെ ജസ്റ്റേഷൻ എന്ന് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും, പ്രഗ്നൻസി എന്ന് ആൻസറിൽ ഉണ്ടാവും. നേരെ തിരിച്ചായിരിക്കും, പ്രഗ്നന്റ് വുമൺ എന്നായിരിക്കും ക്വസ്റ്റ്യനിൽ, ജസ്റ്റേഷൻ എന്നുള്ളത് ചിലപ്പോൾ ആൻസറിൽ വരാം. അങ്ങനെയെല്ലാം ഒരു ലോക്ക് ആൻഡ് കീ മെക്കാനിസം പോലെ അതാരും മനഃപൂർവ്വം വിട്ടുവെക്കുന്നതല്ല, അതങ്ങനെയാണ്. ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മുടെ ലോജിക് അപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. Next question, which porphyria result from a deficiency of uroporphyrinogen decarboxylase? Uroporphyrinogen decarboxylase. Acute intermittent porphyria deficient enzyme uroporphyrinogen 1 synthase ആണ്. വെരിഗേറ്റ് പോർഫൈറിയുടെ പ്രോട്ടോപോർഫൈറിനോജൻ ഓക്സിഡേസ് ആണ്. എറിത്രോപോയറ്റിക് പ്രോട്ടോപോർഫൈറിയുടെ ഡെഫിഷ്യന്റ് എൻസൈം ഫെറോക്കിലറ്റേസ് ആണ്. അപ്പൊ ഇതിൽ പോർഫൈറിയ ക്യൂട്ടേനിയ ടാഡയാണ്. ഇത് നമ്മൾ പഠിച്ചു വെക്കുക തന്നെ വേണം. യൂറോപോർഫൈറിനോജൻ ഡീകാർബോക്സിലേസ് ഡെഫിഷ്യൻസി, അതിനാണ് ഞാൻ നേരത്തെ ഉള്ള ടേബിൾസ് എല്ലാം തന്നത്.
Which enzyme convert protoporphyrinogen 9 into protoporphyrinogen 9 into protoporphyrin 9? ആ ഓജൻ അവിടുന്ന് പോകുന്നുണ്ട്. protoporphyrinogen 9 into protoporphyrin 9. ഏതായിരിക്കും? ഫെറോക്കിലറ്റേസ് ആണോ, യൂറോ പോർഫൈറിനോജൻ ഡീകാർബോക്സിലേസ് ആണോ, പ്രോട്ടോപോർഫൈറിനോജൻ ഓക്സിഡേസ് ആണോ, കോപ്രോപോർഫൈറിനോജൻ ഓക്സിഡേസ് ആണോ? ക്വസ്റ്റ്യനിൽ കിടക്കുന്നുണ്ട് അത്. പ്രോട്ടോപോർഫൈറിനോജനെ ഓക്സിഡേഷൻ ചെയ്തിട്ടാണ് പ്രോട്ടോപോർഫൈറിൻ ഉണ്ടാക്കുന്നത്. 9 എല്ലാം അവിടെ കോമൺ ആയി വരുന്നുണ്ട്. ഒരു ഓജനാണ് അഡീഷണൽ വരുന്നത്. അപ്പൊ അത് ഓക്സിഡേഷൻ ആണ്. ഇത് നമ്മൾ പഠിച്ചു വെക്കണം. പക്ഷെ നമുക്ക് ലോജിക് അപ്ലൈ ചെയ്ത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ബേസിക് നോളജ് വേണം. What is the characteristic feature of acute intermittent porphyria? Darkened urine upon air exposure, increased hemolysis, photosensitivity, erosion in light exposure area. അതായത് നമുക്കിത് എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് വാട്ട് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് acute intermittent porphyria? acute intermittent porphyriയുടെ ഫീച്ചർ ആണ് ചോദിക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ കുറെ പോർഫോബിലിനോജൻ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എക്സ്ക്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് യൂറിൻ നമ്മൾ ഡാർക്കൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെയാണ് ആൻസർ. യൂറിൻ ഡാർക്കൻ ഡോൺ, അതായത് പോർഫൈറിനോജൻ അങ്ങനെയുള്ള ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്താണ് എറോസിയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു സ്കിൻ ലീഷൻ ആണ്. അതായത് നമ്മുടെ എപ്പിഡെർമിസ്, സ്കിന്നിന്റെ എപ്പിഡെർമിസ് റിമൂവ്ഡ് ആവും. അപ്പൊ ഡെർമിസ് എക്സ്പോസ്ഡ് ആവും. അപ്പോൾ അവിടെ എന്താ പറയുക, ഒരു ചേഞ്ചസ് വരും. എപ്പിഡെർമിസ് നഷ്ടപ്പെടും. അപ്പൊ ഡെർമിസ് ആണ് എക്സ്പോസ്ഡ് ആവുക. അതാണ് എറോസിയോൺ എന്ന് പറയുക ഇൻ ലൈറ്റ് എക്സ്പോസ്ഡ് ഏരിയ എന്ന് പറയുന്നത്. എറോസിയോൺ എന്താ ടേം എന്ന് പറഞ്ഞാണ് ഇവിടുത്തെ ആൻസർ. യൂറിൻ ബിക്കം ഡാർക്കൻ അപ്പോൺ കീപ്പിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which enzyme is deficiency cause hereditary coproporphyria? Which enzyme deficiency cause hereditary coproporphyria? Coproporphyrinogen oxidase, protoporphyrinogen oxidase, uroporphyrinogen 3 cause synthase, delta amino levulinate synthase. ഇതിന്റെ ആൻസർ നമുക്ക് കൂടുതൽ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കോപ്രോപോർഫൈറിനോജൻ ഓക്സിഡേസിന്റെ ഡെഫിഷ്യൻസിയാണ്. എപ്പോഴും എൻസൈം ഏത് കോമ്പൗണ്ടിനെയാണോ കൺവേർട്ട് ചെയ്യുന്നത് ആ കോമ്പൗണ്ടായിട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പേര്. പിന്നെ അവിടുത്തെ റിയാക്ഷൻ എന്താണോ, ഡീഹൈഡ്രേഷൻ ആണോ, ഡീകാർബോക്സിലേഷൻ ആണോ, ഓക്സിഡേഷൻ ആണോ എന്നുള്ളതാണ് പിന്നെ വരുന്ന ഒരു കാര്യം. അപ്പൊ ഇതിന്റെ ആൻസർ ഇത് തന്നെയാണ്. അടുത്ത, വാട്ട് ഈസ് ദ മെയിൻ ബയോകെമിക്കൽ കോസ് ഓഫ് സിംറ്റംസ് ഓഫ് പോർഫൈറിയാസ്? അതായത് മെയിൻ ബയോകെമിക്കൽ കോസ് ഓഫ് പോർഫൈറിയ എന്നാണ് പറയുന്നത്. ബയോകെമിക്കൽ കോസ് ഓഫ് സിംറ്റംസ്, എന്തിന്റെ ഡെപ്പോസിഷൻ ആണ് നമുക്ക് ആ സിംറ്റംസ് ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. അക്യുമുലേഷൻ ഓഫ് പോർഫൈറിൻ പ്രിക്കോഴ്സേഴ്സ്, ലോ ഹീമോഗ്ലോബിൻ ലെവൽ, ഇൻക്രീസ്ഡ് ട്രിപ്റ്റോഫാൻ മെറ്റബോളിസം, ഡിഫക്റ്റീവ് സൈറ്റോക്രോം 450 സിന്തേസ്. അപ്പൊ ഇത് നമുക്ക് ഓടിക്കാം എന്തുകൊണ്ടാണ്, നമുക്ക് എന്ത് ചേഞ്ചസ് ആണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നതെന്നാണ് ചോദ്യം. അപ്പൊ അതിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാം. അക്യുമുലേഷൻ ഓഫ് പോർഫൈറിൻ പ്രിക്കോഴ്സർ. നമ്മൾ എന്താ പറഞ്ഞു, പോർഫൈറിയ എന്ന് പറഞ്ഞ എന്താ? അക്യുമുലേഷൻ ഓഫ് പോർഫൈറിൻ ഓർ പോർഫൈറിൻ പ്രിക്കോഴ്സേഴ്സ് ഇൻ ദ ബോഡി ആണ് പോർഫൈറിയാസ്. അപ്പോൾ അതൊന്ന് അങ്ങനെ ആൻസർ ചെയ്യാം. Which of the following statement is about Porphyria cutanea tarda is true? Porphyria cutanea tarda is true. It is associated with increased excretion of porphobilinogen. It is caused by the protoporphyrin oxidase deficiency. അപ്പോൾ നമുക്ക് അവിടെ നോക്കണം ആ എൻസൈം ആണോ അവിടെ ഡെഫിഷ്യൻസി എന്ന്. നമുക്ക് പി സി ടിയിൽ വരുന്ന യൂറോപോർഫൈറിൻ ഡീകാർബോക്സിലേസിന്റെ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അല്ല, ഇതല്ല, ഇതിന്റെ ഡെഫിഷ്യൻസി അല്ല വരുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ മോസ്റ്റ് കോമൺ ഫോം ഓഫ് പോർഫൈറിയ. അത് ശരിയാണ്, ഇറ്റ് ഈസ് എ മോസ്റ്റ് കോമൺ ഫോം ഓഫ് പോർഫൈറിയ. ഇറ്റ് ഈസ് ട്രീറ്റഡ് ബൈ ഹെമാറ്റിൻ അഡ്മിനിസ്ട്രേഷൻ. ഹെമാറ്റിൻ അഡ്മിനിസ്ട്രേഷൻ നമുക്ക് വരുന്നത് അക്യൂട്ട് ഇന്റർമീഡിയറ്റ് പോർഫൈറിയയ്ക്കും ഒക്കെയാണ് നമ്മൾ ഹെമാറ്റിൻ അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ റൈറ്റ് ആൻസർ ഏതായിരിക്കും? It is the most common type of porphyria. Next question, which enzyme is inhibited by the administration of hematin in porphyria? Hematin കൊടുക്കുമ്പോൾ എന്താണ്, which enzyme is inhibited by the administration of hematin in porphyria?
ഹെമാറ്റിൻ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഏത് എൻസൈം ഇൻഹിബിറ്റഡ് ആയിട്ടാണ് നമുക്ക് ഇതുണ്ടാവുന്നതെന്നാണ് ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ ഏത് ഇൻഹിബിറ്റഡ് ബൈ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഹെമാറ്റിൻ, ഹെമാറ്റിൻ കൊടുത്താൽ ഏത് എൻസൈം ആണ് ഇൻഹിബിറ്റഡ് ആവുന്നതെന്നാണ്. ഡെൽറ്റ അമിനോ ലെവലിനേറ്റ് സിന്തേസ്, പ്രോട്ടോപോർഫൈറിനോജൻ ഓക്സിഡേസ്, ഫെറോക്കീലറ്റേസ്, യൂറോപോർഫൈറിനോജൻ 1 സിന്തേസ്. അപ്പോൾ ഹെമാറ്റിൻ കൊടുക്കുമ്പോഴുള്ള ആക്ഷൻ എന്താണെന്ന്, അപ്പോൾ അത് നമ്മൾ എല്ലാ ഏരിയയും കവർ ചെയ്ത് പഠിക്കണം. ഡെൽറ്റ അമിനോ ലെവലുനേറ്റ് സിന്തേസ്, ഡെൽറ്റ അമിനോ ലെവലുനേറ്റ് സിന്തേസ് ആണ് അവിടെ ഇൻഹിബിറ്റഡ് ആവുന്ന എൻസൈം. അപ്പോൾ അവിടെ ബാക്കിയുള്ള പ്രൊഡക്ഷൻ നടക്കില്ല. അങ്ങനെയാണ് ഈ പോർഫൈറിയ ഡിസീസിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. വിച്ച് പോർഫൈറിയ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ സ്കിൻ ഫ്രെജിലിറ്റി. സ്കിൻ ഫ്രെജിലിറ്റി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കിൻ ഫ്രെജിലിറ്റി ആൻഡ് ലിവർ ഫ്ലൂറസെൻസ് ഡ്യൂ ടു പോർഫൈറിൻ അക്യുമുലേഷൻ. സ്കിൻ ഫ്രെജിലിറ്റി, ലിവർ ഫ്ലൂറസെൻസ്, ലിവർ ബയോപ്സി എടുത്താൽ ഫ്ലൂറസെൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അക്യൂട്ട് ഇന്റർമീഡിയറ്റ് പോർഫൈറിയയിൽ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കൺജന്റൽ എർത്രോപോയിറ്റിക് പോർഫൈറിയയിൽ അങ്ങനത്തെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വെറിഗേറ്റിൽ പറഞ്ഞിട്ടില്ല. അതെല്ലാം ഫോട്ടോ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഫ്ലൂറസെൻസ് പറഞ്ഞില്ല. ഫ്ലൂറസെൻസ് വരുന്നത് പോർഫൈറിയ ക്യൂട്ടേനിയ ടാർഡയിലാണ്. വിച്ച് ഈസ് എ ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫീച്ചർ ഓഫ് എർത്രോപോയിറ്റിക് പ്രോട്ടോപോർഫൈറിയ. Erythropoietic protoporphyria, accumulation of uroporphyrin 1 in red fluorescence in the reticulocyte and skin biopsy. ഇത് എർത്രോപോയിറ്റിക്, സംതിങ് റിലേറ്റഡ് ടു എർത്രോപോയിറ്റിക്. ഹെപ്പാറ്റിക് ആവുമ്പോൾ ടാർഡയിൽ ലിവർ ഫ്ലൂറസെൻസ് വരുന്നുണ്ട്, ഇവിടെ റെഡ് ഫ്ലൂറസെൻസ് വരുന്നുണ്ട്. അപ്പോൾ ഡിസ്റ്റിംഗ്വിഷ് ഫീച്ചർ ആണോ നോക്കാം. ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി നോക്കാം. ഇൻക്രീസ്ഡ് എക്സ്ക്രീഷൻ ഓഫ് പോർഫോബിലിനോജൻ, ഫോട്ടോസെൻസിറ്റീവ് വിത്ത് ലീനിയർ സ്കാർസ്. ഫോട്ടോസെൻസിറ്റീവ് വിത്ത് ലീനിയർ സ്കാർ, സർക്കുലർ ഷാളോ സർക്കുലർ സ്കാർ എന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ് അവിടെ വരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ റെഡ് ഫ്ലൂറസെൻസ്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റിംഗ്വിഷിംഗ് ഫീച്ചർ. ടാഡയിൽ ഹെപ്പാറ്റിക് ഫ്ലൂറസെൻസ് വരും, എർത്രോപോയിറ്റിക് പ്രോട്ടോപോർഫൈറിയ അല്ലെങ്കിൽ പ്രോട്ടോപോർഫൈറിയയിലാണ് റെഡ് ഫ്ലൂറസെൻസ് ഇൻ റെറ്റിക്കുലോസൈറ്റ് ആൻഡ് സ്കിൻ ബയോപ്സീസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Which porphyria is caused by an imbalance in the activity of uroporphyrinogen 1 synthase and uroporphyrinogen 3 co-synthase? രണ്ടിന്റെയും ഇംബാലൻസ് കൊണ്ട് വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇംബാലൻസ് വരുന്നത് കൊണ്ട് വരുന്നത് അക്യൂട്ട് ഇന്റർമീഡിയറ്റ് പോർഫൈറിയ അല്ല. അക്യൂട്ട് ഇന്റർമീഡിയറ്റ് പോർഫൈറിയയിൽ നമ്മൾ വരുന്നത് UDP1 സിന്തേസിന്റെ മാത്രം ഡിഫക്റ്റ് കൊണ്ടാണ്. കൺജനിറ്റൽ എർത്രോപോയിറ്റിക് പോർഫൈറിയയിൽ യൂറോപോർഫൈറിൻ 3 കോസിന്തേസിന്റെ ഡെഫിഷ്യൻസിയിലാണ്. ഹെറിഡിറ്ററി കോപ്രോപോർഫൈറിയ വരുന്നത് കോപ്രോപോർഫൈറിനോജൻ ഓക്സിഡേസിന്റെ ഇതിലാണ്. വെറിഗേറ്റ് പ്രോട്ടോപോർഫൈറിയയിൽ വരുന്നത് പ്രോട്ടോപോർഫൈറിനോജൻ ഓക്സിഡേസിന്റെ സിന്തേസിലാണ്. രണ്ടിനെയും കൂടി വരുന്ന ഏതിലാ? എന്തായാലും ഇത് രണ്ടെണ്ണം അല്ല എന്നുള്ളത്, അടിയിൽ താഴെയുള്ള രണ്ടെണ്ണം അല്ല എന്ന് നമുക്ക് കൺഫേം ആണ്. ഇവിടെ വരുന്നതോ അക്യൂട്ട് ഇന്റർമീഡിയറ്റ് പോർഫൈറിയ, കൺജന്റൽ എർത്രോപോയിറ്റിക് പോർഫൈറിയ. ഇത് രണ്ടുമാണ് വരുന്നത്. ഇതിലാണ് പിന്നെ നമുക്കൊരു സംശയം വരിക. അപ്പോൾ ഇതിന് രണ്ടിനെയും ഇംബാലൻസ് ആക്ടിവിറ്റിയിൽ വരുന്നത് കൺജനിറ്റൽ എർത്രോപോയിറ്റിക് പോർഫൈറിയയിലാണ്. ഡെഫിഷ്യന്റ് എൻസൈം എന്ന് പറയുന്നത് യൂറോപോർഫൈറിനോജൻ, അതായത് കൺജന്റലാണ് യൂറോപോർഫൈറിനോജൻ 3 കോസിന്തേസ് ആണ് ഡെഫിഷ്യന്റ് എൻസൈം. പക്ഷെ ഇതിന് വേറൊരു കാരണം കൂടിയുണ്ട്. അതായത് യൂറോപോർഫൈറിനോജൻ ഇത് തമ്മിലുള്ള ഇംബാലൻസ് വരുമ്പോൾ ഇത് വരുന്ന അക്യൂട്ട് ഇന്റർമീഡിയറ്റ് പോർഫൈറിയ. യൂറോപോർഫൈറിനോജൻ സിന്തേസിന്റെ ഡെഫിഷ്യൻസി വരുന്നത്, അതായത് യൂറോപോർഫൈറിൻ യൂറോപോർഫൈറിൻ സിന്തേസിന്റെ ഡെഫിഷ്യൻസി വരുന്നത് അക്യൂട്ട് ഇന്റർമീഡിയറ്റ് പോർഫൈറിയയിലാണ്. യൂറോപോർഫൈറിനോജൻ സിന്തേസ്, യൂറോപോർഫൈറിനോജൻ 3 കോസിന്തേസിന്റെ ഡെഫിഷ്യൻസി വരുന്നത് കൺജന്റൽ എർത്രോപോയിറ്റിക് പോർഫൈറിയയാണ്. ഒപ്പം തന്നെ ഇതിന്റെ രണ്ടിന്റെയും ഇംബാലൻസ്, അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഇത് രണ്ടിന്റെയും ഇംബാലൻസ്, ഈ രണ്ട് കാര്യത്തിന്റെ ഇംബാലൻസ് വരുന്നതാണ് കൺജനിറ്റൽ എർത്രോപോയിറ്റിക് പോർഫൈറിയ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ഡെഫിഷ്യന്റ് എൻസൈം പറയുമ്പോൾ ഈ ഒരു കാര്യം കൂടി പഠിച്ചു വെക്കണം. യൂറോപോർഫൈറിനോജൻ 1 സിന്തേസിന്റെ ഡെഫിഷ്യൻസിയിൽ അക്യൂട്ട് ഇന്റർമീഡിയറ്റ് പോർഫൈറിയ വരും, AIP. യൂറോപോർഫൈറിനോജൻ 3 കോസിന്തേസിന്റെ ഡെഫിഷ്യൻസിയിൽ കൺജനിറ്റൽ എർത്രോപോയിറ്റിക് പോർഫൈറിയ വരും. ഒപ്പം ഇത് തമ്മിലുള്ള ഇംബാലൻസും കൺജനിറ്റൽ എർത്രോപോയിറ്റിക് പോർഫൈറിയയിൽ വരുന്നതാണ്.
ഓക്കെ, അപ്പോൾ താങ്ക് യു.